എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രസപ്പൊടിയോ സാമ്പാർ പൊടിയോ ഒന്നും ചേർക്കാതെ കണ്ട് തയ്യാറാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ദേഹരക്ഷയൊക്കെ ചെയ്യുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല മഴയും തണുപ്പും ഒക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പനി, ജലദോഷം, ചുമ ഇതൊക്കെ പിടിപെടാനുള്ള ചാൻസസും കൂടുതലാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മരുന്നൊക്കെ കഴിച്ചാലും നമുക്ക് ആ ഒരു പനിയൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വായ്ക്ക് രുചിയില്ലായ്മ ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് വെറുതെ കുടിക്കാനും കൂടി പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണിത്. അപ്പോൾ ഈ ഒരു രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പൊടി എന്താണെന്നുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ രസം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള അല്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ചെറിയ അല്ലിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നൊരിയിൽ 6-7 അല്ലി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു രസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കൂടാതെ നമുക്ക് ദഹനത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. അതുകൊണ്ട് വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി ചേർക്കുന്നത് തികച്ചും ഓപ്ഷനിലാണ്. താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഈ ഒരു രസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് തക്കാളി ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു രസം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുളിവെള്ളമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം രസം വേണോ അതിനനുസരിച്ച് വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ തക്കാളി ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ തക്കാളി ചേർക്കുന്നില്ല എന്ന് വരികിൽ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതിലേക്ക് സാമ്പാർ പൊടിയോ രസപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പകരം നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ പൊടിച്ചിരിക്കുന്ന പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടീസ്പൂൺ പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള രസപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം കായം ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി കായമെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഞാനിപ്പോൾ ഇവിടെ കട്ടക്കായം ചേർക്കുന്നതുകൊണ്ടാണ് ഇത് നല്ലപോലെ ചൂടാക്കി പൊടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കായപ്പൊടിയാണ് ചേർക്കുന്നതെന്ന് വരികിൽ നമ്മൾ ആ ഒരു മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത സമയമുണ്ടല്ലോ, ആ സമയത്ത് കായപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. പൊടിക്കുന്ന സമയത്ത് ചേർക്കണം നിർബന്ധമില്ല. ഞാനിപ്പോൾ ഇവിടെ കട്ടക്കായം ആയതുകൊണ്ടാണ് നല്ലപോലെ ഒന്ന് ചൂടാക്കി പൊടിച്ചു വെക്കുന്നത്. കായമെല്ലാം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കാൻ പോകുന്നത് കുരുമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കുരുമുളകൊക്കെ ചൂടാക്കുന്ന സമയത്ത് തീയെ ലോ ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കുരുമുളകൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പനി, ചുമ, ജലദോഷം ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ
നമുക്ക് ആ ഒരു വായ്ക്ക് രുചിയില്ലായ്മയൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ള ഒരു രസമൊക്കെ തയ്യാറാക്കി കുടിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിലോ ഒക്കെ നമുക്ക് വായ്ക്കൊക്കെ നല്ലൊരു രുചി കിട്ടാനൊക്കെ സഹായിക്കും. തന്നെയല്ല ഈ ഒരു പനിയൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് ദഹനത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കുരുമുളക് വന്നിട്ട് നമ്മുടെ ദഹനത്തിനൊക്കെ ഒരുപാട് സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ കുരുമുളകിനൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. പിന്നെ ഈ ഒരു കർക്കിടക മാസത്തിൽ ദേഹരക്ഷയൊക്കെ ചെയ്യുന്ന സമയത്ത് കഷായമൊക്കെ കുടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് പഥ്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ ഭക്ഷണത്തിന് എരിവിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ചേർത്ത് വരുന്നത് കുരുമുളകാണ്. അപ്പോൾ ദാ കുരുമുളകെല്ലാം ഇവിടെ ആവശ്യത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറഞ്ഞാൽ കുരുമുളക് ചൂടായി വരുമ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ ഉണ്ടാകും. ആ സമയത്ത് നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജീരകമാണ്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കറിക്കൊക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ജീരകം. ഇതും ഞാൻ 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കുറഞ്ഞ തീയിൽ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ജീരകം പൊട്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതിയാകും. അപ്പം നേരത്തെ നമ്മൾ കുരുമുളകിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ജീരകവും. നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ ജീരകത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഒരു പനിയൊക്കെ ഉള്ള സമയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായ്ക്കൊക്കെ നല്ലൊരു രുചി കിട്ടാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ദഹനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നല്ലതാണ്. സാധാരണ നമ്മൾ ജീരകം വെറുതെ വെള്ളം തിളപ്പിച്ചും കുടിക്കാറുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ദാ നമ്മുടെ ജീരകമെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ജീരകവും കുരുമുളകും എല്ലാം നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചൂടാക്കുന്ന സമയത്ത് എണ്ണയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് കേടാവത്തൊന്നുമില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ ദേഹരക്ഷയൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് സാധാരണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുള്ള ഒന്നാണ് ഈ ഒരു കുരുമുളക് രസം വന്നിട്ട്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇത് മസ്റ്റായിട്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പൊടി നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് രസം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ രസമല്ല ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ രസത്തിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു രുചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പൊടി ആദ്യമേ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രസം തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയോ രസപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണിത്. പിന്നെ നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന രസത്തിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പൊടി വന്നിട്ട് 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ രസത്തിന്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനും അല്ലാതെ വെറുതെ കുടിക്കാനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.